നമസ്കാരം. ജൂലൈ 26 കാലത്ത് 8:45 ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറും. മിഥുനൻ രാശി ബുധൻ്റെ രാശിയാണ്. മിഥുനൻ രാശിയിലാണിപ്പോൾ വ്യാഴവുമുള്ളത്. വ്യാഴവും ശുക്രനും കൂടി മിഥുനൻ രാശിയിൽ ഒന്നിക്കുമ്പോൾ വ്യാഴ ശുക്രയോഗം, അത് കേന്ദ്രത്തിൽ ഗജലക്ഷ്മി രാജയോഗം, ലക്ഷ്മി നാരായണ രാജയോഗം പോലെയുള്ള രാജയോഗങ്ങൾ ഉണ്ടാക്കും. അതുപോലെ വ്യാഴം അറിവിൻ്റെ, ബുദ്ധിശക്തിയുടെ, സന്താനം, സമ്പത്ത്, വിദ്യാഭ്യാസം ഇവയുടെയൊക്കെ ഗ്രഹമാണ്. ശുക്രനാണെങ്കിൽ ഭൗതിക സുഖം, ഐശ്വര്യം, ബിസിനസ്, പ്രണയം ഇവയുടെയൊക്കെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തും ബുദ്ധിയും ഭാഗ്യവർദ്ധനവും അതുപോലെ വിദ്യയിൽ ഉന്നതി ഉണ്ടാക്കും, സുഖസമൃദ്ധി ഉണ്ടാക്കും, ബിസിനസ്സിലൊക്കെ അത് അഭിവൃദ്ധി ഉണ്ടാക്കും. എല്ലാ രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക. ശുഭസ്ഥാനത്ത് വരുന്ന രാശിക്കാർക്ക്, അതുപോലെ കേന്ദ്രത്തിൽ വരുന്ന രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമൊക്കെ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് കിട്ടും. ഒപ്പം ഇനി ആരുടെയൊക്കെ ജാതകത്തിൽ വ്യാഴവും ശുക്രനും ബലവാനാണ്, അതുപോലെ തന്നെ ഇനി ആർക്കൊക്കെ ഇപ്പോൾ വ്യാഴദശാകാലം അതുപോലെ ശുക്രദശാകാലം ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ അവർക്കും ഇതുപോലെയുള്ള ഗുണങ്ങളാണ് കൂടുതലായിട്ട് കിട്ടുക. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർ ഇവരുടെ ധനഭാവത്തിലാണ് വ്യാഴവും ശുക്രനും കൂടെ ഒന്നിക്കുന്നത്. അതുപോലെ മിഥുനൻ രാശിക്കാരായ മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരുടെ സ്വന്തം രാശിയിൽ തന്നെയാണ് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്നത്. അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരുടെ ലാഭസ്ഥാനത്താണ് വ്യാഴവും ശുക്രനും കൂടെ ഒന്നിക്കുന്നത്. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്നത്. ധനു രാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ കേന്ദ്രഭാവമായ 7ാം ഭാവത്തിലാണ് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്നത്. അതുപോലെ കുംഭൻ രാശിക്കാരായ അവിട്ടം, ചതയം, പുരോരുറ്റാതി നക്ഷത്രക്കാരുടെ 5ലെ പൂർവ്വ പുണ്യസ്ഥാനത്താണ് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്നത്. മീനൻ രാശിക്കാരായ പുരോരുറ്റാതി, ഉത്രറ്റാതി, രേവതി നക്ഷത്രക്കാരുടെ 4ാം ഭാവത്തിലെ കേന്ദ്രഭാവത്തിലാണ് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും നക്ഷത്രക്കാർക്കും രാശിക്കാർക്കുമാണ് വ്യാഴവും ശുക്രനും ഒന്നിക്കുന്ന ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ കൂടുതലായിട്ട് ഗുണങ്ങൾ കിട്ടുക. മറ്റു രാശിക്കാരും നക്ഷത്രക്കാരും അതുപോലെ തന്നെ മഹാലക്ഷ്മിയൊക്കെ ആരാധിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്